ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ പ്രതികളിൽ നിന്നും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേസ് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതിൻ്റെ ഏറ്റവും മുഖ്യമായ ആവശ്യമാണ് പ്രതികളെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഇടി ചെയ്യേണ്ടത് എന്തോ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത് അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതാണ്. അത് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. അന്വേഷണ ഏജൻസികൾ എന്തൊക്കെയാണ് ഈ ദിവസങ്ങൾ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തടസ്സമൊന്നുമില്ല നിലവിൽ. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അത്ര നടപടിയിലേക്ക് കിടക്കുന്നത്. മാത്രമല്ല, ഇത് പൊളിറ്റിക്കലി നിൽക്കുന്നൊരു കേസ് കൂടെയാണ്. ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, ഒരു മുൻ മുഖ്യമന്ത്രി തന്നെയാണെന്ന് വേണേൽ പറയാം. അത്തരത്തിലാണ് ഈ കേസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും എല്ലാ പഴുതുകളും അടച്ച് മാത്രമേ ഒരു അന്വേഷണ ഏജൻസി പോകാൻ സാധ്യതയുള്ളൂ. അല്ല, സെക്ഷൻ 447 കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യം വീണ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ഈ ലൂട്ടിങ് നടന്നിട്ടുള്ളത്. 200 കോടി രൂപയിലധികം വരും. അതിൽ അക്കൗണ്ടിൽ തന്നെ 2,86,00,000 രൂപ വീണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ തന്നെ ആ സ്റ്റാറ്റസിൽ തന്നെ മറുപടി പറയേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. മാത്രമല്ല, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് 26 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഈ പണം തിരികെ കിട്ടണം. ഇപ്പം ഞാൻ CMRLൻ്റെ ഒരു ഷെയർ ഹോൾഡറാണ്. എനിക്കുൾപ്പെടെ സംസ്ഥാന സർക്കാരിനുൾപ്പെടെ അവകാശപ്പെട്ട പണമാണ് ഇവർ ലൂട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ പണമെന്ന് വെച്ചാൽ ഓരോ മലയാളിയുടെ പണമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്മേൽ അന്വേഷണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പണം തിരികെ പിടിക്കാനുള്ള നടപടിയും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.